PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ലെന്ന് CPI മുഖപത്രം ജനയുഗം. മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. SSA ഫണ്ട് തടഞ്ഞുവെക്കുന്നതിലും കേന്ദ്രത്തിന് വിമർശനമുണ്ട്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർ കടുത്ത വിയോജിപ്പാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ചേരുന്നതിനെതിരെ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്താതെ അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും PM ശ്രീ പദ്ധതി ഒഴിവാക്കി വയ്ക്കുകയായിരുന്നു. അതേസമയം അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൊട്ടു പിന്നാലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുമായി യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അവർ അനുവദിക്കുന്ന പദ്ധതി വീതങ്ങൾ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനു വേണ്ടി വാങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പിന്നീട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും, ഒപ്പം അവരുടെ ദേശീയ തലത്തിലുള്ള മറ്റൊരു വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ആരോപണം CPI സംസ്ഥാന സെക്രട്ടറിയും ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് മുഖപ്രസംഗം എത്തിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ദുശാഠ്യമാണ്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടേത്. ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനോട് വലിയ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. 1500 കോടി രൂപ, അതായത് സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിദ്യാഭ്യാസപരമായ സാമ്പത്തിക സഹായം കൃത്യമായും വാങ്ങിച്ചെടുക്കണം. അതല്ലാതെ ദേശീയ നയത്തിനു പിന്നിൽ കീഴടങ്ങിക്കൊണ്ട് ആ പൈസയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന നിലപാട് ശരിയല്ല എന്ന തരത്തിലാണ് മുഖപ്രസംഗം പറഞ്ഞു വയ്ക്കുന്നത്. 2024 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിനോടുള്ള കടുത്ത വിയോജിപ്പ് മുഖപ്രസംഗത്തിൽ അറിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ വലിയ തരത്തിലെ ചർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സർവ്വശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അനുവദിക്കാനുള്ളത് 1500 കോടി രൂപയാണ്. ആ തുക ഇതുവരെയായും അനുവദിച്ചിട്ടില്ല. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ, അതായത് താഴെത്തട്ടുള്ള വിദ്യാഭ്യാസം മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ടിൽ നിന്നുമാണ് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. ആ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം അപ്പാടെ നടപ്പിലാക്കണം, PM ശ്രീ പദ്ധതി അപ്പാടെ നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിനെതിരെ കടുത്ത വിയോജിപ്പ് മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മുഖപ്രസംഗം സൂചിപ്പിക്കുന്നത് തന്നെ CPIയുടെ വിയോജിപ്പ് തന്നെയാണ്. കാരണം CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ വലിയ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നയം സംസ്ഥാനത്ത് ഏർപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ തരത്തിൽ അല്ലെങ്കിൽ വർഗീയമായ തരത്തിലൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉന്നയിച്ചതും. അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖപ്രസംഗവും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ച് വരികയാണ്. CPM ആകട്ടെ ഇത്തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതേപടി നടപ്പിലാക്കാൻ തയ്യാറല്ല എങ്കിൽ പോലും ഇതുവഴി കിട്ടുന്ന ഫണ്ട് സംസ്ഥാനത്തിന് ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴെത്തട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് ആവശ്യമായ തരത്തിലുള്ള സഹായം കേന്ദ്രം തരാൻ തയ്യാറാകുമ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പാടെ നടപ്പിലാക്കാതെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനോട് വിയോജിപ്പില്ലാതെയാണ് CPIM മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ച ഒരുപക്ഷെ ഇടതുമുന്നണി യോഗത്തിലുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.